ഹലോ, വെൽക്കം സഹൂസ് വ്ലോഗ്സ്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഗുണ്ട് അല്ലെങ്കിൽ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി. ഇത് ഏത് പേരിലാണ് ഇതിനെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഇത് തേങ്ങ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, അല്ലേ? ആദ്യമേ ഞാൻ കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും പഴവും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മാവ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇതെല്ലാം കൂടെ വറുത്തിട്ട് കുറച്ച് തേങ്ങ, കപ്പലണ്ടി, കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ വറുത്ത് ആ മാവിലേക്ക് ഇട്ട് കുറച്ച് എണ്ണ വലിയ ചൂടാവരുത്, ഒരു മീഡിയം പരുവത്തിലുള്ള എണ്ണയ്ക്കകത്ത്. വലിയ ചൂടായി കഴിഞ്ഞാൽ ഇത് പൊട്ടി പുറത്തോട്ട് വരും. അതൊരു മീഡിയം പരുവത്തിൽ എണ്ണ എപ്പോഴും ഇങ്ങനെ തിളച്ച് കിടക്കണം. അതിലോട്ടിട്ട് ഒരു നല്ല ഐറ്റംസ് കൂടെ അല്ലേ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് ലേശം എല്ലാം ഒന്ന് കുഴച്ച് മിക്സാക്കി കൈ കൊണ്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. ഒരു മീഡിയം അല്ലേ, ഒരു ചപ്പാത്തി പരുവത്തിനെ കാട്ടി കുറച്ചുകൂടെ ലൂസ്. പ്രത്യേകത ഉരുട്ടി ഇടുന്നതിന് മുമ്പ് കയ്യിൽ വെള്ളം നനയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നമ്മളെ കൈ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് വരും. നല്ല വലിയ ബോണ്ടായിട്ട് വരും. ഇതിങ്ങനെ ഉരുട്ടിയെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ബോണ്ട കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. വലിയ ഇരുമ്പിച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു സമയം ഒരു 8-9 എണ്ണമൊക്കെ ഇട്ടെടുക്കാം. ഗൈസ്, നമ്മളെ മാവ് കുഴച്ച് എല്ലാം റെഡിയാക്കി ഉരുട്ടി ഇട്ട സമയത്ത് നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. സോഡാപ്പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ, കുറച്ച്. എങ്കിലേ അത് നല്ല മൊരിഞ്ഞ് നല്ല പഫായിട്ട് കിട്ടുന്നുള്ളൂ, അല്ലേ? നല്ല വീർത്ത് വരത്തുള്ളൂ. അപ്പൊ അത് നമ്മളിപ്പോ രണ്ടാമത്തെ മാവിനകത്ത് അത് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ എനിക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ബോണ്ട നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ഇത് എണ്ണയ്ക്കകത്ത് ഇടുന്ന നല്ല ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ കമന്റ് അറിയിക്കുക. ഓക്കെ.